നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതെനിക്കൊരു റിക്വസ്റ്റ് വന്നതാണ്, 2 ദിവസമായി വന്നിട്ട്. ഞാൻ അതിൻ്റെ ഒരു എനർജി എനിക്ക് കിട്ടുന്നില്ലായിരുന്നു റീഡിംഗ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി റീഡിംഗ് അത് എടുത്ത് കളയാമെന്ന് കേട്ടോ. അപ്പോൾ 1ാമത്തെ കാർഡ്, 2ാമത്തെ കാർഡ്, 3ാമത്തെ കാർഡ്, നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള കാർഡ് സെലക്ട് ചെയ്യാം. ഇത് അവരുടെ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ് ഇപ്പോഴത്തെ കേട്ടോ. പിന്നെ നമ്മൾ നോക്കുക അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, പിന്നെ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ്, തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്, പിന്നെ എന്താണ് അടുത്തത് നടക്കാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റീഡിംഗ് എടുക്കാൻ പറഞ്ഞ ആളുടെ ഭർത്താവാണ് തേർഡ് പാർട്ടിയുടെ കൂടെ ഉള്ളത്. അപ്പോൾ ആ കുട്ടി കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സെലക്ട് ചെയ്തോ കാർഡ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. 2ാമത്തെ കാർഡ്, 3ാമത്തെ കാർഡ്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജാണ് നോക്കേണ്ടത്. 1ാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഭഗവാനെ, ഓറക്കിൾ മെസ്സേജാണ് നമുക്ക് വേണ്ടത്. ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തന്നെ ഭഗവാനെ. ഓം നമഃ ശിവായ, 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 ഇവിടെ 2 കാർഡ് വന്നിട്ടുണ്ട്. 1ാമത്തെ കാർഡ് ഇമോഷണൽ കൺട്രോൾ. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാര്യങ്ങളെ കാണണം, ഇമോഷണലായിട്ട് കണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നത് 1ാമത്തെ കാർഡ്. 2ാമത്തെ കാർഡ് ഹാർനസ് ദ പവർ ഓഫ് രുദ്രമന്ത്ര. അത് ഹിന്ദുക്കളാണ് ഓം നമോ ഭഗവതേ രുദ്രായ എന്ന മന്ത്രം ജപിക്കണം എന്നാണ് പറയുന്നത് ഹിന്ദുക്കളോട്. ബാക്കി നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ദൈവാനുഗ്രഹവും ദൈവത്തിലുള്ള വിശ്വാസവും നമ്മൾക്ക് ആവശ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, 9 ഓഫ് സ്വേർഡ്സ് ആണ്. ഭയങ്കര സ്ട്രെസ്സാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ. ഭയങ്കര സ്ട്രെസ്സാണ്. ഇവർ തമ്മിൽ ഭയങ്കര അടിയായിരിക്കും, അല്ലെങ്കിൽ 2 പേർക്കും തമ്മിൽ വിശ്വാസമില്ലായിരിക്കും, അല്ലെങ്കിൽ 2 പേരും ഇപ്പോൾ 2 റിലേഷൻഷിപ്പിലേക്ക് വന്നിരിക്കുന്ന ആണ്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമാണ്. തേർഡ് പാർട്ടിയും ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലുള്ള ആളായിരിക്കും, മീൻസ് ഒരു പെർമനൻറ്റ് പാർട്ട്ണർ ഉള്ള ഒരാളായിരിക്കും. എന്തായാലും 2 പേർക്കും ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ടാവണം, അതല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം, 2 തമ്മിൽ വിശ്വാസമില്ലായ്മ. എന്തായാലും ഒരു ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് ഇവരുടെ റിലേഷൻഷിപ്പ്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും മനസ്സമാധാനമില്ല, അതാണ് ഇവിടെ പറയുന്നത്. ഒരു മനസ്സമാധാനമില്ലായ്മ, ഓരോന്നും ചെയ്തു കൂട്ടുമ്പോൾ മനസ്സമാധാനമില്ലായ്മ വരും. അപ്പോൾ മനസ്സമാധാനമില്ലായ്മയാണ് ഇവിടെ. അതെന്തുകൊണ്ടാണ് ഈ മനസ്സമാധാനമില്ലായ്മയുടെ കാർഡ് വന്നതെന്ന് അറിയാം. ഫൈറ്റ്സ് ആണ്. ഇവർ തമ്മിൽ ഭയങ്കര കള്ളത്തരമുള്ള 2 പേരാണ് കേട്ടോ. ഈ 5 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമുള്ള, മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല, എൻ്റെ കാര്യം നടക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ് 5 ഓഫ് സ്വേർഡ്സ്. 5 ഓഫ് വാൻഡ്സും രണ്ടും ചേഞ്ച് ആണ്. ഈ 5 എന്ന് പറഞ്ഞാൽ ചേഞ്ച് കൊണ്ടുവരുന്നതാണ് ലൈഫിൽ. അപ്പോൾ ഇവരുടെ ഈ സിറ്റുവേഷൻ മാറണമെന്ന് 2 പേരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മേ ബി ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റാണ് ഏത് നേരവും. അപ്പോൾ ഒരാൾ പറയുന്ന മറ്റേ ആൾ കേൾക്കുന്നില്ല, 2 പേരും തമ്മിൽ പാര വെച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോഴത്താണ് ഇവിടെ കാണിക്കുന്നത്. ഇതുകൊണ്ടാണ് മനസ്സമാധാനമില്ല, വിശ്വാസമില്ല, എല്ലാ പ്രശ്നവും വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ ഒരു രണ്ടുപേരും സെൽഫ് പ്രൊട്ടക്ഷനാണ് നോക്കുന്നത്. മറ്റേ ആളിൽ നിന്ന്, തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. രണ്ടുപേരും ഇപ്പോൾ മുഖത്തോട് മുഖം നോക്കിയല്ല ഇരിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര വൈരാഗ്യമാണ്. വൈരാഗ്യം എന്നല്ല, വാശിയാണ്. ഒരാൾ മറ്റേയാളെക്കാളും ബെറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു വ്യഗ്രത രണ്ടുപേരിലും ഉണ്ട്. മനസ്സിലായി? ചിലപ്പോൾ ഇതായിരിക്കും ഇവരെ തമ്മിൽ അട്രാക്ട് ചെയ്തത് ആദ്യം. പക്ഷേ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര തലവേദനയായിട്ട് മാറുന്നു. മനസ്സിലാവുണ്ടോ? അതിൽ കുറേ റിവേഴ്സും ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് തിരിച്ചു കൊടുത്താണ്. പോസിറ്റീവ് വരുമോയെന്ന് അറിയാലോ. ഇതേ വന്നു സൺ കാർഡ്, പിന്നെയും റിവേഴ്സ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവർ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഹാപ്പി ആണെന്ന് വെറുതെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇവരൊട്ടും ഹാപ്പി അല്ല റിലേഷൻഷിപ്പിൽ. പക്ഷേ ഒരു വാശിക്ക് വന്ന് കയറിയത് കൊണ്ട് തിരിച്ചു പോകാനും പറ്റുന്നില്ല. മനസ്സിലായി? സീക്രട്ടീവായിട്ട് ഇവർ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കും. ചിലപ്പോൾ ഇവരുടെ ശരിക്കുമുള്ള പാർട്ട്നേഴ്സിന് രണ്ടുപേരെയും ഇവർ തമ്മിൽ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടുപേർക്ക് തമ്മിൽ പറയാൻ പറ്റില്ല. മനസ്സിലാവും? ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അയ്യോ പഴയതായിരുന്നു നല്ലത് എന്ന ചിന്ത ഇവരുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇവർ സ്വകാര്യമായിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കമ്പാരിസൺ നടക്കുക, എൻ്റെ ഭാര്യയാണ് നല്ലത്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവായിരുന്നു നല്ലത്, നിങ്ങളെന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ഉപദ്രവിക്കുന്നുണ്ട്. മനസ്സിലായോ? എന്ന് വെച്ചാൽ തമ്മിൽ കുത്തുന്നുണ്ട് ഇവർ. അത് കൊള്ളില്ല റിലേഷൻഷിപ്പിൽ. അപ്പോൾ ഇവർ എവിടെ ചെന്നാലും ഇവർ രണ്ടുപേരും ഹാപ്പി ആയിരിക്കില്ല. അങ്ങനത്തെ രണ്ട് എനർജീസാണ് ഇവർ. മനസ്സിലാവണോ? അപ്പോൾ ഏറ്റവും കൊള്ളാത്ത രണ്ട് എനർജീസ് കൂടി ചേർന്നപ്പോൾ തമ്മിലുള്ള പ്രശ്നമാണ് ഈ കാണിക്കുന്നത്. ലിയോ ഉണ്ട് ഇവിടെ. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ക്യാൻസർ. അത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ചിലർ വിചാരിക്കില്ലേ, നിൻ്റെ കൂടെ ആയതുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വേറെ റിലേഷൻഷിപ്പിലേക്കും അവിടെ ഇത് തന്നെ കഥ. അത് കഴിഞ്ഞ് വേറൊരെണ്ണം ടെസ്റ്റ് ചെയ്യാൻ അപ്പുറത്തേക്ക് പോകും, അവിടെ ഇത് തന്നെ കഥ. അപ്പോൾ ശരിക്കും പ്രശ്നം ആരുടെ അടുത്താണ്? ഇയാളുടെ അടുത്താണ് പ്രശ്നം. ഈ സ്ത്രീയുടെ അടുത്തോ ഈ പുരുഷൻ്റെ അടുത്താണ് പ്രശ്നം, അല്ലാതെ അവരുടെ ജീവിതത്തിലുള്ള ആളുകൾക്കല്ല പ്രശ്നം. പക്ഷെ ഇവർ അതൊരിക്കലും മനസ്സിലാക്കില്ല. കാരണം അതിനുള്ള ഗട്ട്സ് ഇല്ല ഇവർക്ക്. ഞാനാണ് കുറവുള്ള ആൾ, അല്ലെങ്കിൽ എനിക്കാണ് പ്രാപ്തി ഇല്ലാത്തതെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള എനർജിയാണത്. വളരെയധികം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളിലുള്ള എനർജിയാണ്. അപ്പോൾ ഞാൻ സുപ്പീരിയർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനത്തെ എനർജിയാണിത്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ ചോദിച്ചത്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? 3 കാർഡ് വേണമായിരുന്നു. റിവേഴ്സാണ് കാർഡ് വന്നേക്കുന്നത്. ഭയങ്കര നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഇമോഷണലാണ് ഇപ്പോൾ സിറ്റുവേഷനിൽ കേട്ടോ. ഓവർ ഇമോഷണലാണ് ഈ പേഴ്സൺ. അപ്പോൾ തല ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. ചെയ്തത് ശരിയാണോ, ചെയ്തത് തെറ്റാണോ, ഇതെന്താണ് ഞാൻ ചെയ്തത് എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ പേഴ്സൺ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഇമോഷണലാണ്. അതുപോലെ തേർഡ് പാർട്ടി പെട്ടെന്ന് ഈ പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഈ പേഴ്സൺ അത് സഹിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ പേഴ്സണ് തേർഡ് പാർട്ടിയോട് ഭയങ്കര ഒരു കാര്യത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യത്തിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും.
അതുപോലെ തന്നെ ഭയങ്കര സെൽഫിഷാണ് തേർഡ് പാർട്ടിയോട്. തേർഡ് പാർട്ടിയും ഭയങ്കര സെൽഫിഷാണെന്ന് ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. ഈ പേഴ്സൺ ഭയങ്കര തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴും ഈ പേഴ്സൺ സ്വന്തം കാര്യമാണ് നോക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്നേഹിച്ചിട്ടല്ല തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയത്. തേർഡ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയത്. അല്ലാതെ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്നേഹബന്ധം അവർ തമ്മിലില്ല. ഈ പേഴ്സൺ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളുടെ പേഴ്സണ്. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. തേർഡ് പാർട്ടിയെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കല്യാണം കഴിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല തേർഡ് പാർട്ടിയും. അവരുമായിട്ടൊരു റെഗുലർ ഒരു കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പും ആഗ്രഹിക്കുന്നില്ല. അവരുമായിട്ട് ലൈഫ് ലോങ് ഒരു റിലേഷൻഷിപ്പും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഡിസിഷൻ എടുത്തത് തെറ്റായി പോയി എന്നൊരു ചിന്ത വരുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ. ഇത് അവസാനിപ്പിക്കണം. രണ്ട് എൻഡ് കാർഡ് കാണിക്കുന്നുണ്ട്. ഒന്ന് വേൾഡും, അത് എൻഡാണ്. ഡെത്തും എൻഡാണ്. തേർഡ് പാർട്ടിയെ ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഓപ്പൺ ആയിട്ട് അവിടെ വരുന്നുണ്ട്. തേർഡ് പാർട്ടിയോട് പറയുന്നുണ്ടാകുമ്പോൾ എൻ്റെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരുന്നു നല്ലത്, നിങ്ങളൊന്നിനും കൊള്ളില്ല. അപ്പോൾ ഒരു കമ്പാരിസൺ അവിടെ നടക്കുന്നുണ്ട് ഓൾറെഡി തേർഡ് പാർട്ടി. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്ത് തെറ്റായിപ്പോയി എന്നൊരു ചിന്ത. ഈ 9 ഓഫ് സ്വേർഡ്സ് ആണ് ആദ്യം വന്നത് ഓവറോൾ എനർജി. അത് തന്നെയാണ് പിന്നെയും വരുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷനിൽ. ഇവിടെ സ്കോർപ്പിയോ ഉണ്ട്. ടോറസ്, ലിയോ ഒക്കെ വേറെ സ്കോർപ്പിയോ, ടോറസ്, ലീബ്ര, ഇത്രയും സോഡിയാക് സൈൻ ആണ് വരുന്നത്. ഇനി തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് എന്താണ്? ഇവർ തമ്മിലൊരു പാഷനൊന്നുമില്ല. ഇപ്പോൾ നേരത്തെയുള്ള ആ ഒരു അട്രാക്ഷൻ ഒന്നും ഇപ്പോൾ ഇല്ല. അടുത്തറിഞ്ഞപ്പോൾ രണ്ടുപേരെയും കണ്ടുകൂടാ. തേർഡ് പാർട്ടിക്ക് ഇതൊരു ബേർഡൻ ആയിട്ടാണ് മാറുന്നത് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇതൊരു ഇല്യൂഷൻ ആയിരുന്നു, ഞാൻ വിചാരിച്ച പോലെയുള്ള ഒരാളേ അല്ല ഈ പേഴ്സൺ എന്ന് തേർഡ് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ പ്രാരാബ്ധമായിട്ടുണ്ട് തേർഡ് പാർട്ടിക്ക്. ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി എന്നാണ് തേർഡ് പാർട്ടി വിചാരിക്കുന്നത്. ഇവിടെ ഒരു ടവർ മൊമെൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി ഇത് മിണ്ടാതിരിക്കുന്നത്. പക്ഷെ തേർഡ് പാർട്ടി വിചാരിച്ച പോലെയുള്ള ഒരാളെ അല്ല നിങ്ങളുടെ പേഴ്സൺ. ഇതാണ് തേർഡ് പാർട്ടി. അപ്പോൾ ഒരു ബാലൻസ് കൊണ്ടുവരാൻ, ഇപ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ് തേർഡ് പാർട്ടിക്ക്. ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് തേർഡ് പാർട്ടി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം തേർഡ് പാർട്ടിയുടെ വിചാരിച്ച് നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, ചിലപ്പോൾ അങ്ങനെ പൊങ്ങച്ചം പറയുന്ന ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും അത് വിചാരിച്ചിട്ടാണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് കയറിയത്. പക്ഷേ ഈ പേഴ്സൺ വെറുതെ പൊങ്ങച്ചം പറയുന്ന ഒരു എനർജിയാണ്, ഊത് വീർപ്പിച്ച ഒരു ബലൂണാണ്, അതിൻ്റെ ഉള്ളു പൊള്ളയാണെന്ന് ഇവർക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇവിടെ സ്കോർപ്പിയോ, സാജിറ്റേറിയസ് ഉണ്ട്, പിന്നെ ക്യാൻസർ, സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? ഇവർ തമ്മിലുള്ള ഒരു ഫ്യൂച്ചർ എന്താണ് നടക്കാൻ പോകുന്നത്? പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ എന്താണ് നടക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാം. ഇവർ തമ്മിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്? ഈ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ പോകും. മനസ്സിലായി? അവസാനം ഇവർ സറണ്ടർ ചെയ്യും രണ്ടുപേരും റിലേഷൻഷിപ്പിന്. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരേ സ്വഭാവമുള്ള ആളുകളാണ്. മനസ്സിലായത്? രണ്ടുപേരും ഒട്ടും ഹാപ്പി അല്ല. പക്ഷേ ഇവർ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ്. ഇവർക്ക് ചിലപ്പോൾ ഇനിയിപ്പം പാലത്തിൻ്റെ രണ്ടിടത്തും കത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഇതിലേക്ക് പോകാൻ പറ്റില്ല, ഇവരുടെ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇവർ രണ്ടുപേരും പോന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ സ്റ്റക്കാണ്. ഇവർക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തെല്ലാം പ്രശ്നമുണ്ടായാലും ഒരു ഭാര്യ, വർഷങ്ങളായിട്ട് വിവാഹം കഴിച്ചിരിക്കുന്ന, എന്നും അടിപിടി ഉണ്ടാക്കുന്ന ഭാര്യയും ഭർത്താവും പോലെ ഇവർ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. രണ്ടുപേരും ഉഴപ്പ് എനർജി ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഇരുന്നിട്ട് രണ്ടുപേരും ഉഴപ്പും. മനസ്സിലായി? അല്ലാതെ ഈ റിലേഷൻഷിപ്പ് അവർ ഉപേക്ഷിക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഈ സിറ്റുവേഷൻ ഇവർ സറണ്ടർ ചെയ്യും. എന്നാലും ഈ റിലേഷൻഷിപ്പ് ഇവർ ഉപേക്ഷിക്കില്ല. ഇവർ രണ്ടുപേരും തന്നെ മുമ്പോട്ട് പോകാനാണ്, ഈ റിലേഷൻഷിപ്പുമായിട്ട് മുമ്പോട്ട് പോകാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. കാരണം രണ്ടുപേർക്കും തിരിച്ചു പോകാമല്ല. പാലം രണ്ടറ്റത്തും കത്തിച്ചിട്ടാണ് ഇവർ പോന്നേക്കുന്നത്. മനസ്സിലാണ്ടോ? ഒരറ്റം കത്തിച്ചാൽ നമുക്ക് മറ്റടുത്തേക്ക് പോകാം. ഇത് രണ്ടറ്റവും കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്തേക്കും രണ്ടുപേർക്കും അവരുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ സിറ്റുവേഷനിൽ സ്റ്റക്കാണെന്നാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ ഇനിയുള്ള കുറച്ച് നാളുള്ള ഫ്യൂച്ചറിലും ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും എന്നാണ് പറയുന്നത്. ഇത് അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല.
അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഓക്കെ, ഇവിടെ സ്പൈസീസ് ബാക്കി സോഡിയാക് സൈൻസ് ഒക്കെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, നമ്മളിനി രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭവാനി, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് പറഞ്ഞേ. ഭവാനി, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭവാനി ശിവായ. ഓക്കെ, ഞാൻ എടുക്കുകയാണ് കാർഡ്സ് കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ കാണേണ്ട കാർഡ്സ് ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ കാർഡ് ഡിലേയ്സ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാകുന്നില്ല, അത് സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ആ കാര്യങ്ങൾ തുടങ്ങാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് ലോ ഓഫ് കർമ്മ. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് എന്ന് വിശ്വസിക്കുക. മൂന്നാമത്തത് ഓവർ ബേർഡൻഡ്. എന്നുവെച്ചാൽ നോ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല എന്ന് പറയേണ്ട സമയത്ത് പറ്റില്ല എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യവും ഫലവത്തായി ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകാൻ ഇടവരുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നമുക്ക് പെട്ടെന്നൊരു പുതിയ ട്രിപ്പൊക്കെ പോകുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷേ അപ്പോൾ നമ്മൾ ചിലപ്പോൾ ജാഗ്രത ഉണ്ടാവില്ല, അലേർട്ടായിരിക്കില്ല. അപ്പോൾ കുറച്ചൊരു അലേർട്ടായിട്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. എക്സസൈസ് കോഷൻ ഇൻ യുവർ അപ്രോച്ച്. നിങ്ങൾ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ എംബാർക്കിംഗ് ഓൺ ദ പാത്ത് ഓഫ് യോഗ. അപ്പോൾ കുറച്ച് ഡിസിപ്ലിൻ വേണം. യോഗ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനാണ്. ഭക്ഷണക്രമം, എക്സസൈസ്, ബ്രീതിങ്, ശുചിത്വം, ഉറക്കം, ഇതെല്ലാം ഒരു ഡിസിപ്ലിനാണ് യോഗ എന്ന് പറഞ്ഞാൽ. എല്ലാത്തിലും ഒരു മിതമായ ഒരു കൺട്രോള്, എല്ലാം ഒരു മിതമായിട്ട് യൂസ് ചെയ്യുക, അതാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജസ്. ഇനി തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ ഈ കള്ളത്തരമാണിത്, മനസ്സിലാകണ്ട. എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും വിശ്വസിക്കുന്നത് ഇതൊരു സീക്രട്ട് റിലേഷൻഷിപ്പാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുക, അല്ലെങ്കിൽ തേർഡ് പാർട്ടി അവരുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുക തന്നെയുള്ള ഒരു തേർഡ് പാർട്ടി കണക്ഷനാണിത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരോ ഒരാളാണ് ഈ പാല് കട്ടുപിടിക്കുന്ന പൂച്ചയുടെ സ്വഭാവം. പാല് കട്ടുപിടിക്കുമ്പോൾ പൂച്ചയുടെ വിചാരം എന്താണ്? ആരും കാണുന്നില്ലെന്നാണ്. പക്ഷെ എല്ലാവരും കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും വിചാരം ഈ സിറ്റുവേഷൻ ആരും അറിയുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. ചില പുരുഷന്മാർ അല്ലെങ്കിൽ ചില സ്ത്രീകൾ ഒട്ടും മോറൽ വാല്യൂ ഒന്നും ഇല്ലാത്ത, എത്തിക്സ് ഒന്നും ഇല്ലാത്ത ആളുകളാണ്. അപ്പം സ്വന്തം ഗേൾ ഫ്രണ്ടിന് അല്ലെങ്കിൽ ഭാര്യയുടെ ഫ്രണ്ട്സായിട്ടും അല്ലെങ്കിൽ ഫാമിലിയിലുള്ള വേറെ പെൺകുട്ടികളായിട്ടും അതുപോലെ സ്വന്തം ഭർത്താവിൻ്റെ ഫ്രണ്ട്സായിട്ടും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഫാമിലിയിലുള്ള പുരുഷന്മാരുമായിട്ടും റിലേഷൻഷിപ്പ് വയ്ക്കുന്ന പലരും ഉണ്ട്. അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. ഇത് 7 ഓഫ് സ്വേർഡ്സ് ആണ്. ഒരു കള്ളത്തരമുള്ള, ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു നിൽക്കാൻ കഴിവുള്ള, ഞാൻ പറയുന്നത് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെന്ന് മണ്ടത്തരമായി വിശ്വസിക്കുന്ന ഒരു എനർജിയുടെ 2 എനർജീസാണ് ഇവർ, മനസ്സിലായോ? അപ്പോൾ ഇത് വല്ലാത്തൊരു തലവേദന പിടിച്ച സിറ്റുവേഷൻ ആണ്. നമുക്ക് നോക്കാം, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ഈ കാർഡ്? ഒട്ടും പാഷനൊന്നുമില്ല ഇവിടെ, മാരീഡും അല്ല. ഓക്കെ, ഇവർ തമ്മിൽ ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മാരേജോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം പ്ലാനോ ഒന്നുമില്ല. ഇത് വെറുതെ ഒരു രസത്തിനുള്ള, എനിക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന 2 പേരാണിത് കേട്ടോ. വളരെ വൃത്തികെട്ട 2 ക്യാരക്ടേഴ്സാണിത്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇത് നിങ്ങളുടെ ആരായാലും, നിങ്ങളുടെ മീൻസ് ഭാര്യയോ ഭർത്താവോ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ എന്തായാലും ഒരു ക്യാരക്ടർ ഇല്ലാത്ത ഒരു പേഴ്സണാണിത്. ഓക്കെ, എന്താണ് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ഒരു ലോങ് ടേം പ്ലാൻ ഒന്നുമില്ല, കമ്മിറ്റ്മെൻ്റ് ഒന്നും ആഗ്രഹിക്കുന്നില്ല, തൽക്കാലത്തെ ഒരു ഇൻട്രസ്റ്റ് അത്രയേ ഉള്ളൂ. ഇത് ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഇത് ചിലപ്പോൾ എല്ലാവരോടും ഫ്ലേർട്ട് ചെയ്യുന്ന എനർജീസ് ആയിരിക്കും. രണ്ടുപേരും ഒരേ സ്വഭാവമുള്ള ആളുകളാണ്. ഇവിടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ജോലി ചെയ്യുന്ന രണ്ടുപേരായിരിക്കാം. അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഭയങ്കര ഹാപ്പി ആണെന്ന് രണ്ടുപേരും അങ്ങ് വിശ്വസിച്ച് വെച്ചേക്കുകയാണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ മിഥ്യാബോധമാണ് ഇവരുടെ മനസ്സിൽ. രണ്ടുപേരും വിചാരിക്കുന്നത് രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഹാപ്പി ആണെന്നാണ്. ഒരു 10 of Cups ആണ് ഇവർ. ഇമോഷണലി ഞങ്ങൾ തമ്മിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെന്നാണ് ഇവർ കാണിക്കുന്നത്. മനസ്സിലായത്? ഇവർ ചിന്തിച്ച് വെക്കുകയാണ്. ശരിക്കും അങ്ങനെയല്ല. ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ പോലും അല്ല. എന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് ചിലപ്പോൾ വെറുതെ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു 1 night stand. എന്ന് വെച്ചാൽ രണ്ടുപേർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ലാതെ ഇവർ തമ്മിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്. പക്ഷേ ഇവർ വിചാരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഇമോഷണലി ഭയങ്കര ഹാപ്പി ആണെന്നാണ് ഇവർ വിചാരിക്കുന്നത് രണ്ടുപേരും. അതാവില്ല. രണ്ടുപേരും തമ്മിൽ അടിയാണ് തന്നെ, കോമ്പറ്റീഷനാണ് താനും. ഇപ്പം ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു എന്തോ ഒരാൾ ഞാൻ കുറേ വർഷങ്ങൾ കൂടി കണ്ട ഒരാളാണ്. അപ്പം ആ ആൾ കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ മാരീഡാണ്. അയാൾ ഭാര്യയും മക്കളും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഭർത്താവും മക്കളുമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾ അടിച്ചു പൊളിച്ചാൽ ജീവിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കല്യാണം വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മകനെ കണ്ടപ്പോൾ, മകനെ പരിചയപ്പെടുത്തിയപ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെപ്പോലെയാണ് മകൻ എന്ന് പറഞ്ഞപ്പോൾ അല്ല, ഭർത്താവിനെ പോലെ സുന്ദരനാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം തന്നെ ഇവിടെ ഒരു കോംപ്ലക്സ് തട്ടി അല്ലേ? കാരണം ഇവരത്രയും സൗന്ദര്യമില്ലാത്തൊരു എനർജിയാണെന്നൊരു തോന്നൽ. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനത്തെ എല്ലാവരും മിഥ്യാബോധത്തിലാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇവരെ ഒരു മണ്ടത്തരം മണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു മണ്ടനാണ് ഈ രണ്ട് എനർജീസും. കാരണം ഇവർ ഉള്ളിൽ വിചാരിച്ച് വെക്കുകയാണ് മറ്റേയാൾ എൻ്റെ കൂടെ ഭയങ്കര ഹാപ്പിയാണെന്ന്. അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? ഇവർ രണ്ടുപേരും തമ്മിൽ ഓരോ അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. രണ്ടുപേരും തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. പക്ഷേ രണ്ടുപേരും അങ്ങോട്ട് സ്വയം വിചാരിച്ച് വെച്ചേക്കുന്നത് മറ്റേയാൾ എൻ്റെ കൂടെ ഹാപ്പിയാണെന്നാണ്. അപ്പം തന്നെ പ്രശ്നമായി, റിലേഷൻഷിപ്പ് പോയി. അവിടെ ഒരു വിശ്വാസമില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല, മനസ്സിലായോ? ഒരു സത്യമില്ല. ഇത് മൊത്തം നുണയാണ്. അതാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ ഇവിടെ സോഡിയാക് സൈൻ ക്യാൻസർ കാണിക്കുന്നുണ്ട്. സ്ട്രോങ് ആണ് ക്യാൻസർ, കേട്ടോ. തോന്നലാണിത്. റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണ് എന്നൊരു തോന്നലാണ്. റിലേഷൻഷിപ്പ് മറ്റാരും കാണുന്നില്ല എന്നൊരു തോന്നലാണ് ഇവർക്ക്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയായിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ, തേർഡ് പാർട്ടി കാണാൻ നല്ലതാണ്, ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളൊരു എനർജിയാണ്, ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണെന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്ത. തേർഡ് പാർട്ടി അതുപോലെ ഇവർ ജീവിതത്തിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു എനർജിയാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സണെ സംശയിക്കുന്നില്ല, അതുപോലെ ജഡ്ജ് ചെയ്യുന്നില്ല, അതുപോലെ സ്പൈ ചെയ്യുന്നില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നു. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്, നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും പറയുന്നില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാത്ത രണ്ടുപേരാണെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലാരിഫിക്കേഷൻ, തേർഡ് പാർട്ടി നിറയെ പൈസയുള്ള എനർജിയാണ്, കേട്ടോ. ഇവർ ഡിവോഴ്സിയാണ്, തേർഡ് പാർട്ടി ഡിവോഴ്സിയാണ്. അതിനർത്ഥം ഇപ്പോൾ സിംഗിൾ എനർജിയാണ്, ഇഷ്ടംപോലെ പൈസയുണ്ട്. പിന്നെ തേർഡ് പാർട്ടി ഫിനാൻഷ്യലി നിങ്ങളുടെ പേഴ്സണിൽ ഡിപ്പെൻഡൻ്റ് അല്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൈസ എൻ്റെ അടുത്ത് ഇത്രയും പൈസയുള്ള നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര വെൽത്തിയാണ്.
അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പൈസ ഒന്നും വേണ്ടെങ്കിൽ അപ്പം തന്നെ അറിയാം അവർ നല്ല പൈസയുള്ള ആളാണെന്ന്. പക്ഷേ തേർഡ് പാർട്ടി തൽക്കാലം ആ ഒരു പൈസയോടുള്ള ആർത്തി മറച്ച് വെക്കുകയാണെന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. അപ്പോൾ തേർഡ് പാർട്ടി ഇവരുടെ പാസ്റ്റിൽ ഇവർക്കുണ്ടായ എക്സ്പീരിയൻസ്, ഇപ്പോൾ ഡിവോഴ്സിലേക്ക് എന്തുകൊണ്ടാണ് വന്നത് എന്നതിൻ്റെ ഒരു ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ് എന്നൊക്കെയുള്ള കള്ളത്തരമാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. പക്ഷേ ഇവരുടെ സ്വഭാവം കൊണ്ട് ആണ് ഡിവോഴ്സ് ആയത് എന്ന കാര്യം വളരെ തന്ത്രപൂർവ്വം മറച്ചു വെക്കുകയാണ് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന്. അപ്പം നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയും അറിയില്ല ഒട്ടും. നിങ്ങളുടെ പേഴ്സണോടുള്ള തേർഡ് പാർട്ടിയുടെ ഫീലിങ്സ് എന്താണ്? ഇവിടെ ലീബ്ര, പൈസീസ്, അത്രേ ഉള്ളൂ. ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റ് ആണ്. തേർഡ് പാർട്ടി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വിചാരിക്കുന്നത് പേഴ്സണെ മണ്ടനാക്കാൻ ഭയങ്കര ഈസിയാണെന്നാണ് തേർഡ് പാർട്ടിയുടെ അഭിപ്രായം. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് കൺട്രോളിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്, എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. പിന്നെ ഇവർ നല്ലോണം മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. ഇവിടെ ജെമിനായി സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവർക്ക് ഒരു ഡിസപ്പോയിൻമെൻറ്റും ഇല്ല നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. ഇവർക്ക് ഫ്രീഡം ഉണ്ട്, എന്തും ചെയ്യാം. കാരണം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവില്ല എന്ത് ചെയ്താലും. മനസ്സിലാണ്ടോ? ഇവർ നിങ്ങളുടെ പേഴ്സണ് പണത്തിന് വേണ്ടി തന്നെയാണ്, ഇവരുടെ അടുത്തൊന്നുമില്ല. ഇവർ വെറുതെ അഭിനയമാണ്. മനസ്സിലായോ? ഇവർക്ക് ഇല്ലാത്ത പൈസയാണ് ഇവർ ചിലവാക്കുന്നത്. മനസ്സിലാണ്ടോ? അപ്പോൾ ഇവർ ജോലി ചെയ്ത് കിട്ടുന്ന പൈസയിൽ കൂടുതൽ നമ്മൾ ചിലവാക്കുമ്പോൾ പൈസ എവിടെ നിന്ന് വരുന്നു, അതാണ് പ്രശ്നം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അതറിയില്ല. പേഴ്സൺ കാണുമ്പോൾ ഇവരുടെ അടുത്ത് ലാവിഷാണ്, ഇവരുടെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ട്. പക്ഷെ ഏത് വഴിക്കാണ് ഈ തേർഡ് പാർട്ടിക്ക് പൈസ വന്നു ചേരുന്നത് നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഇപ്പം തൽക്കാലത്തേക്ക് തേർഡ് പാർട്ടി, ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ പൈസയാണ് വേണ്ടത്. പക്ഷേ ഇപ്പം തൽക്കാലം തേർഡ് പാർട്ടി അത് ആവശ്യപ്പെടുന്നില്ല. അപ്പം പേഴ്സൺ തന്നെത്താനെ കൊടുക്കും. നമ്മളൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുമല്ലോ, ഇതോ ഒരു നെക്ലെസ്, അല്ലെങ്കിൽ ഇതാ ഒരു അടിപൊളി വാച്ച്, മനസ്സിലായോ? അങ്ങനെ ഒരു വണ്ടി, വലിയൊരു വണ്ടിയൊക്കെ മേടിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പേഴ്സൻ്റെ പൈസയുടെ വ്യാപ്തി അനുസരിച്ചിരിക്കും തേർഡ് പാർട്ടിക്ക് കിട്ടുന്ന ഗിഫ്റ്റ്. അതാണ് തേർഡ് പാർട്ടിയുടെ പ്ലാൻ. ഇത് നിങ്ങളുടെ പേഴ്സൺ ഒട്ടും അറിയില്ല. അപ്പോൾ തേർഡ് പാർട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ പേഴ്സണാണ് തൽക്കാലം ഈ വന്നിരിക്കുന്നവരിലെല്ലാം ബെസ്റ്റ്. തേർഡ് പാർട്ടി ഇങ്ങനെയാണ് ജീവിക്കുന്നത്, മറ്റുള്ളവരുടെ പൈസ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫ്യൂച്ചർ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഫ്യൂച്ചർ എന്താണ്? ഇവർ വിവാഹം കഴിക്കാനൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ, തേർഡ് പാർട്ടി ഓൾറെഡി ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഡിവോഴ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഡിവോഴ്സിൻ്റെ ഒരു ചാൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് ഡിവോഴ്സ് ആവശ്യപ്പെടും. കംപ്ലീറ്റ്ലി ഒരു ന്യൂ ബിഗിനിങ് ആണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നത്. പേഴ്സൻ്റെ യോഗം, ആ നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നാണ്. പക്ഷേ ഇവിടെ ലവേഴ്സ് ഒന്നുമല്ല, സോൾമേറ്റ് കണക്ഷൻ ഒന്നുമല്ല, ഒരു ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഇവർ തമ്മിൽ എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ പേഴ്സൺ ഇത് പെട്ടെന്നായിരിക്കും ഈ കാര്യം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ടവർ മൊമെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇവിടെ കല്യാണം നടക്കും. ഒന്നില്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പ്രഗ്നൻ്റ് ആക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി കള്ളത്തരം പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ വിവാഹം കഴിക്കും. കാരണം അവർ പ്രഗ്നൻ്റ് ആണെന്ന് പറയും. സ്ത്രീ ആയാലും പുരുഷനായാലും സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെടുത്തു. അപ്പോൾ അതാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഒരു വിവാഹം എത്രയും പെട്ടെന്ന്, നിങ്ങൾക്കൊരു ഡിവോഴ്സും അവിടെ ഒരു വിവാഹവും. ഇവിടെ താലി കെട്ടുമ്പോൾ അവിടെ തൂങ്ങി വേണം, എന്തോ ഒരു സിനിമയിൽ പറയില്ല, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ പെട്ടെന്നാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ചില തലവേദനകൾ ഒഴിവാകുന്നതാണ് നല്ലത്. നല്ലതാണോ? സ്കോർപിയോ, ജെമിനായി, അക്വേറിയസ്, ഏരീസ്, ടോറസ്, സ്കോർപിയോ, ഭഗവാനെ, ജെമിനായി, Pisces, Cancer,
പോവാണ്. എത്ര സമയമായി നോക്കിയതാണ്. ഇപ്പോൾ ഇടുന്നതെല്ലാം ഷോർട്ട് വീഡിയോസാണ്. എന്താണെന്നറിയില്ല, അങ്ങനെ വരുന്നതാണ്, ഞാനായിട്ട് ചെയ്യുന്നതല്ല. ഞാനങ്ങനെ സമയം നോക്കി ചെയ്യാറില്ല, വീണ്ടും കാണുമ്പോൾ അതുപോലെ എടുക്കും. അപ്പോൾ മൂന്നാമത്തെ കാർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ സിറ്റുവേഷനിൽ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഒരു പ്രാവശ്യം കൂടി ഷഫിൾ ചെയ്യാം. ഭഗവാനെ ഓം നമഃ ശിവായ, കാർഡ് അറിയുന്നില്ല. മറിഞ്ഞു വരണം കാർഡ് ഭഗവാനെ. ശിവായ. കാർഡ് മറിയാതെ എനിക്ക് എടുക്കാൻ പറ്റില്ല, മറിയാതെ എടുക്കാൻ പറ്റില്ല ഭഗവാനെ. ആ എനർജി കറക്റ്റ് ആകുമ്പോഴേ വരുള്ളൂ ഭഗവാനെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓക്കെ, ഒരു കാർഡാണ് ഇവിടെ വന്നത്, ഇമോഷണൽ കൺട്രോൾ. നിങ്ങൾ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കാണണം. നിങ്ങളുടെ ഇമോഷനിൽ വളരെയധികം കൺട്രോൾ വെക്കണം എന്നാണ് പറയുന്നത്. ശിവഭഗവാൻ ഈ ഭാര്യ മരിച്ചു എന്നറിയുമ്പോൾ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ആ ഭൂമി, ആ ലോകം മുഴുവൻ കത്തിച്ചു കളയാനുള്ള ദേഷ്യം വരും. അവസാനം എന്തൊക്കെയോ ചെയ്തിട്ടാണ്, അതൊരു കഥയാണ്, ശിവപുരാണത്തിലുണ്ട്, അവസാനം കൺട്രോളിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷണൽ കൺട്രോൾ കൊണ്ട്, നമ്മളുടെ ഇമോഷണൽ കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് നാശങ്ങൾ കുറേ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, നമ്മളുടെ ശാരീരികമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം വരും. പല എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഭഗവാനെ, ഇപ്പോൾ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൻ്റെ എനർജി ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വർക്കിംഗ് പാരൻ്റാണ് ഈ കാർഡ്. എന്ന് വെച്ചാൽ ജോലി എടുക്കുന്ന ഒരു സ്ത്രീയാണ്, ജോലിയുള്ള ഒരു സ്ത്രീ. ഇവർക്ക് ഫാമിലിയും ജോലിയും ഒരുപോലെ കൊണ്ടുപോകാനുള്ള കഴിവുള്ള എനർജിയാണ്. പക്ഷേ ഇവർ താഴത്തേക്ക് കുനിഞ്ഞാണ് ഇരിക്കുന്നത്. കോൺഫിഡൻസ് വളരെ കുറഞ്ഞൊരു എനർജിയാണ്, മനസ്സിലായോ? ഒട്ടും ധൈര്യമില്ലാത്ത, ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിവില്ലാത്തൊരു എനർജിയാണ്. ഡിപ്പെൻഡഡ് ആയ രണ്ടുപേരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഫിനാൻഷ്യലി ഡിപ്പെൻഡഡ് ആയ രണ്ട് പേരാണ് ഈ റിലേഷൻഷിപ്പിൽ, കേട്ടോ. ഇവരെ മുതലെടുക്കുന്ന ഒരു എനർജി ആവാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് മുതലെടുക്കുന്ന ഒരു ആളാവാം തേർഡ് പാർട്ടി. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണിത്. ഇവർ തമ്മിൽ ലവേഴ്സ് ഒന്നുമല്ല, ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോത്തുമില്ല. ഇത് ജെമിനായി ആണ്, ഇത് ടോറസ്, ലീബ്ര. ഇവർ തമ്മിലൊരു ഫ്യൂച്ചർ ഇല്ലാത്തൊരു റിലേഷൻഷിപ്പാണ്. ചിലപ്പോൾ ഇതൊരു സഹായം ചെയ്യുന്ന ഒരു എനർജി ആവാം, ഫിനാൻഷ്യൽ സഹായം കൊടുക്കുന്ന ഒരു എനർജി ആവാം. ഇതൊരു അമ്മയാവാം, കേട്ടോ. മകനെ സഹായിക്കുന്ന, മകളെ സഹായിക്കുന്ന ഒരമ്മയാവാം. ഓക്കെ, ജോലി സംബന്ധിച്ച എന്തെങ്കിലും കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറേ കാഴ്ച വന്നിട്ടുണ്ട്. രണ്ട് പേർക്കും പേഴ്സണൽ ഗോൾസ് ആണ്. ഇവർ ജോയിൻ്റ് ആയിട്ട്, അതുകൊണ്ടാണ് ഇവർ റിലേഷൻഷിപ്പ് അല്ല.
എന്ന് പറഞ്ഞത് ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പിലല്ല. ഇവർ തമ്മിൽ അവർക്ക് രണ്ടു പേർക്കും അവരുടേതായ ഉദ്ദേശങ്ങളുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശമുണ്ട്, തേർഡ് പാർട്ടിയുടെ ഉദ്ദേശമുണ്ട്. അപ്പോൾ ഇവിടെ വളരെ പെട്ടെന്നാണ് ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്, ഒരു അട്രാക്ഷൻ, ഒരു കണക്ഷനിലേക്ക് പോകുന്നത്. ഒരാൾ മറ്റേ ആളെ പറഞ്ഞ് പാട്ടിലാക്കിയ പോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ, മനസ്സിലാക്കുക. പക്ഷെ ഇവിടെ കമ്മിറ്റ്മെൻ്റ് ഇല്ല, രണ്ടുപേരും തമ്മിൽ കമ്മിറ്റ്മെൻറ്റ് ഇല്ല. അതുപോലെ തന്നെ ഇവിടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് കണ്ടത്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇവർ തമ്മിൽ ലവ് ഇല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ഒന്നുമില്ല. പ്യോർലി ഫിനാൻഷ്യൽ സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇവർ വളരെ സ്ട്രോങ് ആയിട്ടൊരു ചൂസ് ചെയ്ത് രണ്ടുപേരെയും. അതുപോലെ തന്നെ ഇവിടെ മാരേജിനുള്ള പോസിബിലിറ്റി ഒന്നുമില്ല. സ്ട്രെങ്ത് കാർഡ്, ഒരാൾ മറ്റേയാളെ കൺട്രോൾ ചെയ്യുന്ന. അപ്പോൾ ചിലപ്പോൾ അമ്മയും മക്കളും തമ്മിലുള്ളൊരു കണക്ഷൻ ആണോ? അച്ഛനും ഉണ്ട്, ഇമോഷണൽ ബാലൻസ്ഡ് ആണ്, പാഷനൊന്നുമില്ല. ഇതൊരു ഫാമിലിയിലെ അച്ഛനും മക്കളും. ഇത് കണ്ടോ, ഈ രണ്ട് കാർഡ്സ് ഞാൻ വേറെ സ്ഥലത്തു നിന്നാണ്, പക്ഷേ ഈ രണ്ട് കാർഡ്സ്, ഈ 3 റീഡിങ്ങിലും ഈ രണ്ട് കാർഡ്സും വന്നിട്ടുണ്ടോ. ഇപ്രാവശ്യം റിവേഴ്സാണ്. മറ്റേ 2 റീഡിങ്ങിലും ഈ 2 കാർഡ്സ് പോസിറ്റീവായിട്ടാണ് വന്നത്. ഇവിടെ ഇവർ തമ്മിൽ വഴക്കില്ല, ഇവർ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഇത് അമ്മയും മക്കളും തമ്മിലുള്ള കണക്ഷനാണ് കേട്ടോ. അപ്പോൾ ഒരു ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന പോലെ അമ്മ, അങ്ങനെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇവിടെ അക്വേറിയസ് ഉണ്ട്, ലിയോ ഉണ്ട്, വെർഗോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണുള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണുള്ള ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ ഒരു അമ്മയാണെങ്കിൽ തന്നെ അമ്മയുടെ സ്വഭാവത്തിലല്ല കാണുന്നത്, ഭയങ്കര സെൽഫിഷ് ആയ ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ അവരുടെ അമ്മയെ കാണുന്നത് കേട്ടോ. ഈ ഐസൊലേഷൻ കാർഡ് അമ്മയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു എനർജിയാണിത്. അമ്മയിൽ നിന്ന് അകന്നാണ് ഈ ആൾ നിൽക്കുന്നത്, മകളായാലും മകനായാലും. അതുപോലെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാന്ന്. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് മക്കളോട്, മക്കൾക്ക് അമ്മയോട് അറ്റാച്ച്മെൻ്റ് ഇല്ല. നിങ്ങളുടെ പേഴ്സൺ അമ്മയെ അകറ്റിയാണ് നിർത്തുന്നത്. അത് ചിലപ്പോൾ ചെറുപ്പത്തിലുള്ള അനുഭവങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ അമ്മയിൽ നിന്ന് അകറ്റിയത്. ഇപ്പോൾ കുറേ പോസിറ്റീവ് കാർഡ് ഉണ്ടെങ്കിലും എല്ലാം നെഗറ്റീവ് കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഒരു നല്ലൊരു എനർജി ആയിട്ടല്ല കാണും. ചിലപ്പോൾ ഇവരുടെ ഒരു ചില സമയത്ത് എന്താ പറ്റുമെന്നറിയോ, ജോലിയുള്ള അമ്മമാരാകുമ്പോൾ അവർ മക്കളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ജോലി എടുക്കുന്നത്. പക്ഷേ മക്കൾ നോക്കുമ്പോൾ വളർന്നു വരുമ്പോൾ അമ്മുമ്മയോ അപ്പൂപ്പനോ ആരെങ്കിലുമൊക്കെയാണ് വളർത്തുന്നത്. അപ്പോൾ മക്കൾക്ക് അമ്മയോടും അച്ഛനോടുമുള്ള അറ്റാച്ച്മെൻറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഉള്ളിൽ മനസ്സിൽ എപ്പോഴും മറ്റു കുട്ടികൾ അമ്മയോടും അച്ഛനോടൊക്കെ അവരുടെ അച്ഛനോടും അമ്മയോടും കളിക്കുന്ന കാണുമ്പോൾ ഇവർക്ക് സങ്കടം വരും. അപ്പോൾ തുടങ്ങിയ ഇവർക്ക് അമ്മയോടും അച്ഛനോടും വിരോധമാവും. പക്ഷേ ഈ അമ്മയ്ക്ക് മക്കളോട് സ്നേഹമുണ്ട്, മക്കൾക്ക് നിങ്ങളുടെ പേഴ്സണ് അമ്മയോട് സ്നേഹമില്ല. അമ്മയെ ആവശ്യ സമയത്ത് അമ്മ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി. അവന് ബോർഡിംഗ് സ്കൂളിൽ നിർത്തിയിട്ടാണ്. അവനതുകൊണ്ട് നല്ല എഡ്യൂക്കേഷനൊക്കെ കിട്ടി, നല്ല ഫ്യൂച്ചറിൽ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവൻ നെഗറ്റീവ് സൈഡിലേക്കാണ് പോയത്. അപ്പോൾ അവൻ എപ്പോഴും പറയുന്നത് എൻ്റെ പാരൻസിന് എന്നെ വേണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നെ ചെറുപ്പത്തിലേ തന്നെ കൊണ്ട് ബോർഡിംഗ് സ്കൂളിലാക്കിയെന്ന് അവൻ അങ്ങനെ പറയുമായിരുന്നു. വെള്ളം അടിച്ച് അവൻ സിറോസിസ് വന്ന് മരിച്ചുപോയി. വേറൊരുത്തിന് അതേ സിറ്റുവേഷൻ, അവനെ ഇതുപോലെ. പക്ഷെ അവൻ നല്ല നിലയിൽ പോയി. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് കാണുന്നത്? നമ്മൾക്കിത് പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. കുഞ്ഞുനാളിൽ നമ്മളുടെ മനസ്സിലുള്ള വൈരാഗ്യം വളർന്നു വരുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അവരെന്തുകൊണ്ടാണ് ചെയ്തത്, എൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണെന്നൊരു ബോധം നമുക്ക് വരണം. മറ്റവൻ ഭയങ്കര ഇൻഫീരിയോറിറ്റി ഒരു ചിന്തയുള്ള ഒരാളായതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരെ മുതുകത്ത് കുറ്റങ്ങൾ, ഞാൻ ഇങ്ങനെ ആയത് അവരെ കാരണമാണ് എന്ന് പറഞ്ഞാണ് ജീവിച്ചത്. അതുപോലെ തന്നെ അവൻ മരിച്ചുപോയി. മനസ്സിലായി? അപ്പം നമ്മളുടെ ചിന്താഗതികൾ നമ്മൾ വളർന്നു വരുമ്പോൾ മാറ്റുക. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് വലുതാവുമ്പോൾ നമ്മൾ
നമ്മളുടെ കഴിവുകേട് അവരുടെ മുഖത്ത് വെക്കരുത്. ഇവിടെ അതാണ് കാണുന്നത്. സാജിറ്റേറിയസ് ഉണ്ട്, വെർഗോ, ടോറസ്, ലീബ്ര. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ എങ്ങനെയാണ് കാണുന്നത്? തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഒരു ഒരു എന്താ പറയുക, അമ്മയ്ക്ക് അറിയാൻ പറ്റും മക്കൾ എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ മകനെ അമ്മ ഭയങ്കര മാനിപ്പുലേറ്റീവ്, അല്ലെങ്കിൽ മകനെ ആരായാലും മാനിപ്പുലേറ്റീവായിട്ട് കാണുന്ന, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായിട്ടാണ് നിങ്ങളുടെ ഈ പേഴ്സൻ്റെ അമ്മ, ഈ തേർഡ് പാർട്ടി ആയിരിക്കുന്ന അമ്മ നിങ്ങളുടെ പേഴ്സണെ കാണുന്നത്. അതുപോലെ തന്നെ പണ്ട് ഒന്നും ചെയ്ത് കൊടുക്കാത്ത, സ്നേഹം കിട്ടാത്തതിൻ്റെ ഒരു റിസെൻമെൻ്റാണ് നിങ്ങളുടെ പേഴ്സണ് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മക്കളുടെ ഉള്ളിലെ ഒരു കോൺഫിഡൻസ് വളർത്താൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇവർ എപ്പോഴും സഹായം ചോദിച്ച് ചെല്ലുമ്പോൾ ഒരു പണിയെടുക്കാതെ അമ്മമാരുടെ പെൻഷനിൽ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മളുടെ നാട്ടിൽ. അത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ചില സമയത്ത് ഞാൻ തരില്ല. ഇപ്പോൾ കോമഡി സീരിയലിൽ നമ്മൾ വളരെ ഫേമസ് ആയ കോമഡി സീരിയലാണ് മലയാളത്തിൽ. അത് കാണുമ്പോൾ ടൂറ് പോകാൻ വേണ്ടിയിട്ട് വാപ്പയുടെ പെൻഷൻ കാത്തിരിക്കുന്ന മകനും മരുമകളും. അപ്പോൾ എപ്പോഴും ജോലിക്കൊന്നും പോയിട്ടില്ല. 40 വയസ്സ് 42 വയസ്സുണ്ട് ഈ പയ്യന്. ജോലിക്കൊന്നും പോയില്ല, വാപ്പയുടെ പെൻഷനിലാണ് ജീവിക്കുന്നത്. എപ്പോഴും വാപ്പയുടെ ഫ്രണ്ട്സ് പറയും, നിങ്ങളുടെ കാലം കഴിഞ്ഞ മക്കൾ എങ്ങനെ ജീവിക്കും, അത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അവസാനം വാപ്പ പറയും, ഞാൻ പൈസ തരില്ല എന്നോ. അപ്പം ഉണ്ടാകുന്ന ബഹളം, മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷൻ. അത് കഴിഞ്ഞിട്ട് ഇവർ ബഹളം ഉണ്ടാക്കുമ്പോൾ പേഴ്സണ് ഹാർട്ട് അറ്റാക്ക് വന്ന് വീഴും. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഈ മകൻ ചോദിക്കുന്നത്, വാപ്പയുടെ തള്ളവിരലെങ്കിലും ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുമോ, കാരണം അതുകൊണ്ട് വേണം അവന് സീൽ ചെയ്തിട്ട് പെൻഷൻ മേടിക്കാൻ. മനസ്സിലായി? അയാൾ ജീവിച്ചിരിക്കുന്ന അത്രയും പെൻഷൻ കിട്ടുമല്ലോ. അപ്പോൾ ഇയാൾക്ക് മേടിക്കാൻ പറ്റില്ല, ഇവന് മേടിക്കാൻ വേണ്ടി അങ്ങനെയെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് വരെ ചോദിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അതുപോലെ ഏകദേശം ഒരു സിറ്റുവേഷനിലാണ് അമ്മയുടെ പണം കൊണ്ട് ജീവിക്കുന്ന മക്കൾ ആരോ. അപ്പോൾ അമ്മ അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ചില സമയത്ത് ഞാൻ തരില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും അമ്മയ്ക്ക് പറയാൻ പറ്റില്ല. അമ്മ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ അമ്മയ്ക്ക് അറിയാം അമ്മയോ അച്ഛനോ മക്കൾ സ്വാർത്ഥതയുള്ള ആളുകളാണ്. നിങ്ങളുടെ പേഴ്സൺ വളരെ സ്വാർത്ഥതയുള്ള ആളാണ് എന്ന് അറിയാം. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇവരെ കാണാൻ ചെല്ലുന്നതെന്നും ഇവരോട് സംസാരിക്കുന്നതെല്ലാം നിങ്ങളുടെ അമ്മയ്ക്ക് തേർഡ് പാർട്ടിക്ക് അറിയാം. പക്ഷെ എന്നാലും ചില സമയത്ത് കൊടുക്കില്ല എന്ന് പറയുമെങ്കിലും നോർമലി കൊടുക്കാറുണ്ട് ഇവർ. അപ്പോൾ ഇവർക്കറിയാം നിങ്ങളുടെ പേഴ്സൺ ഒട്ടും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു എനർജിയാണ്. അതുപോലെ പഴയ വൈരാഗ്യം വെച്ചിട്ടാണ് പെരുമാറുന്നത്. അമ്മയ്ക്കുള്ളത് അല്ലെങ്കിൽ പാരൻസിനുള്ളതെല്ലാം മക്കൾക്കുള്ളതാണെന്നൊരു വിശ്വാസം. ഇപ്പോൾ ഒരു നിയമം വന്നിട്ടുണ്ടല്ലോ, പാരൻസിന് അവരുടെ സ്വത്തിൽ മക്കൾക്ക് ഒരു അവകാശമില്ല. അത് ശരിയാണ്, അത് അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പാരൻസ് ഉണ്ടാകുന്ന സ്വത്ത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. അതിൽ ചോദ്യം ചെയ്യാൻ ആരും മക്കൾക്ക് അവകാശമില്ലെന്നൊരു റൂള് വന്നിട്ടുണ്ട്. ഞാനതിനെ നന്നായിട്ട് കാണുന്നത് നല്ല കാര്യമാണത്, മനസ്സിലായോ? കാരണം അതുകൊണ്ട് തന്നെ കുഴിമടിയന്മാരും മടി ഉള്ള സ്ത്രീകളുമായ കുറേ പേര് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എത്ര നാൾ അവരെ പിഴിഞ്ഞ് ജീവിക്കും. അപ്പോൾ അതാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്ന ഈ പേഴ്സൺ ഒരു കഴിവുമില്ല എന്നാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഈ പേഴ്സൺ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് ഇങ്ങനെ പെരുമാറുന്നത്. എന്താണ് ഇവർ തമ്മിൽ എന്താ നടക്കാൻ പോകുന്നത്? പൈസസ് സോഡിയാക് സൈൻ ഉണ്ട്, പിന്നെ ജെമിനായി ഉണ്ട്. ചിമ്മി അടികൊള്ളു. എന്താണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ നടക്കാൻ പോകുന്നത്? മിണ്ടരുത്, ചിമ്മി അടികൊള്ളും കേട്ടോ. ഇവിടെ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്, സറണ്ടറിങ്. നിങ്ങളുടെ പേഴ്സണ് ഇവിടെ ക്യാരക്ടറിൽ വ്യത്യാസം വരുത്തേണ്ടി വരും, മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ തേർഡ് പാർട്ടി ഇവിടെ ഒരു സ്ട്രോങ് ഡിസിഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം മനസ്സിൽ ഭയങ്കര സങ്കടം ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു തീരുമാനം എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാനോ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിർബന്ധിതയോ ആകും കേട്ടോ. അപ്പോൾ അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടിയുടെ ഇങ്ങനത്തെ ഒരു പെരുമാറ്റം കൊണ്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. സിമ്മി അടി കേട്ടോ. അപ്പം അതാണ് റീഡിങ്. എടാ ഒന്ന് പോയടാ, ഇറങ്ങി ടാറ്റ ബൈ ബൈ ഷിയു, ടാറ്റ ബൈ ബൈ ഷിയു പൊച്ചു. അല്ലെങ്കിൽ അവിടെ മര്യാദയ്ക്ക് ഇരുന്നോ, അട്ടി കൊള്ളുന്നിരുന്നു. ഒന്നും ഇതിരുന്നേരം ഇവിടെ കിട്ടാ. ലിയോ, പൈസിസ്,
റീഡിങ് കഴിഞ്ഞപ്പോൾ ഇവൻ വന്നത് ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം. അടി ആ ഭയങ്കര ശല്യമാണ് ഇവൻ വന്നു കഴിഞ്ഞാൽ. വേറെ ഒരുത്തനെ കൊണ്ടുമില്ല, മിണ്ടരുത്, അടികൊള്ളും. ജെമിനി, ചെമ്മേ, പൈസീസ്, ഏരീസ്, താഴെ പയ്യെ കയറി വന്നാൽ മതി. ടോറസ്, ലീബ്ര, സാജിറ്റേറിയസ്, അക്വാരിയസ്. റീഡിങ് തീർന്നപ്പോൾ വന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. വേഗോ, കൊഞ്ചൽ കൂടുതലാണ് ഇവനെ, അടിക്കില്ല, അതുകൊണ്ടാണ്. നല്ല അടി തരും ഞാൻ. കേട്ടാ പോയിടാ ചിമ്മി, എന്നൊക്കെ അടിക്കുന്നത് വൃത്തികെട്ടാണ്. ചിമ്മിക്ക് അടി കൊള്ളുമ്പോട്ട് എൻ്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ അതാണ് ലാസ്റ്റ് റീഡിങ്. ഇതോടെ ഇന്നത്തെ റീഡിങ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ റീഡിങ് ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും തന്ന് അനുഗ്രഹിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.